നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ബേസിക് സയൻസിലെ കെമിസ്ട്രിയിലെ വാട്ടർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് നമ്മൾ പകുതിയോളം പോർഷൻ എടുത്തിരുന്നത്. അപ്പോൾ അത്രയും പോർഷൻസ് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ബാക്കി നോട്ട്സാണ്. ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് എടുത്തിരുന്നത്. അതായത് വാട്ടർ എന്ന് പറയുന്ന ആ യൂണിറ്റിലെ 2 പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ പാർട്ട് വീഡിയോ. നോക്കുള്ളൂ, 27ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നെഴുതുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷമർദ്ദം അല്ലേ. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ തിളനില. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ, ഒരു ദ്രാവകത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദവുമായിട്ട് റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദവുമായിട്ട് ബന്ധമുണ്ട്. ഏതിന്? ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്, തിളനില, ഒരു ദ്രാവകത്തിൻ്റെ തിളനിലയ്ക്ക്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത 2ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദ നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അറ്റ് ദ സർഫസ് ഓഫ് ദി എർത്ത് ഈസ് 1 അറ്റ്മോസ്ഫിയർ. അതായത് ഒരു നോർമലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ, സാധാരണ ഭൂമിയുടെ പ്രതലത്തിലെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആണ്, ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഭൂമിയുടെ പ്രതലത്തിൽ, സർഫസിലുള്ള അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ ആണ്, 1 അറ്റ്മോസ്ഫിയർ. അടുത്ത 3ാമത്തത്, പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ശരിയാണോ? ശരിയാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് റിലേറ്റബിൾ ആണ്. അതായത് ഒരു ദ്രാവകത്തിൻ്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശരി. ഒന്നാമത്തത്. അടുത്ത 2ാമത്തത് എന്താണ്? ദ നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ഓഫ് അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ സർഫസിലെ നോർമലായിട്ടുള്ള ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ ആണ്, 1 അറ്റ്മോസ്ഫിയർ ആണ്. അതും ശരി. അടുത്തത്, പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതനുസരിച്ച്, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ദ്രാവകത്തിൻ്റെ തിളനില അന്തരീക്ഷമർദ്ദവുമായി ബന്ധമുണ്ട്. ഉണ്ടോ? ഉണ്ട്. സാധാരണ ഭൂമിയുടെ പ്രതലത്തിലെ അന്തരീക്ഷമർദ്ദം 1 അറ്റ്മോസ്ഫിയർ ആണ്. ശരി. പിന്നെ ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയുന്നു. ശരി. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ബോയിലിംഗ് പോയിന്റ് വെൻ പ്രഷർ ഡിക്രീസസ്. അതായത് ബോയിലിംഗ് പോയിന്റും അറ്റ്മോസ്ഫറിക് പ്രഷറും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഹാപ്പൻസ് ടു ദ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കുന്നു? വെൻ പ്രഷർ ഡിക്രീസസ്. പ്രഷർ കുറയുമ്പോൾ, മർദ്ദം കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ തിളനില കുറയുന്നു. അപ്പോൾ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ ഈക്വൽ ആണ് അല്ലേ. എപ്പോഴും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോഴൊക്കെ പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. ബോയിലിംഗ് പോയിന്റ് എപ്പോഴൊക്കെ ഡിക്രീസ് ചെയ്യുന്നു അപ്പോഴൊക്കെ പ്രഷറും ഡിക്രീസ് ചെയ്യുന്നു. ഓർത്ത് വെച്ചേക്കാം. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫിൽ എ ബോയിലിംഗ് ട്യൂബ്, ഹാഫ് ഓഫ് ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് ബോയിൽ ഇറ്റ് ഓവർ എ ഫ്ലെയിം. ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക. അതായത് ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിനെ ഫ്ലെയിമിൽ കാണിച്ച്, ഫ്ലെയിം എന്ന് വെച്ചാൽ തീയിൽ കാണിച്ചിട്ട് അതിനെ ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആഫ്റ്റർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഫ്ലെയിമിനെ നമ്മൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ഒരു സെറ്റപ്പ് അറ്റാച്ച് ചെയ്യുക. എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് എ റബ്ബർ കോർക്ക്, എ ഗ്ലാസ് ട്യൂബ് ആൻഡ് എ സിറിഞ്ച് ടു ദ ബോയിലിംഗ് ട്യൂബ് ആസ് ഷോൺ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ റബ്ബർ കോർക്കും ഒരു ഗ്ലാസ് ട്യൂബും സിറിഞ്ചും ഉപയോഗിച്ച് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ ഒരു സെറ്റപ്പ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? ദെൻ ദ പിസ്റ്റൺ ഇൻ ദ സിറിഞ്ച് ഈസ് പുൾഡ് ബാക്ക്വേർഡ്. ഈ സിറിഞ്ചിലുള്ള പിസ്റ്റൺ ഉണ്ടല്ലോ, അതിനെ ബാക്കിലോട്ട് വലിക്കുക. ദ വാട്ടർ വിൽ ബോയിൽ അഗൈൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ടർ എന്ത് ചെയ്യുന്നു? വീണ്ടും തിളയ്ക്കാൻ തുടങ്ങുന്നു. വൈ ഡസ് ദ വാട്ടർ ബോയിൽ വിത്തൗട്ട് ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഹിയർ. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഈ വെള്ളം വീണ്ടും തിളയ്ക്കാനുള്ള കാരണം എന്ത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കണ്ടോ? ആൻസർ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. വെൻ ദ പിസ്റ്റൺ ഇൻ ദ സിറിഞ്ച് ഈസ് പുൾഡ് ബാക്ക്. ആ സിറിഞ്ചിൻ്റെ അകത്തുള്ള പിസ്റ്റൺ നമ്മൾ ബാക്കിലോട്ട് പുൾ ചെയ്യുന്ന സമയത്ത്, ബാക്കിലോട്ട് വലിക്കുന്ന സമയത്ത് ദ പ്രഷർ ഇൻസൈഡ് ദ ബോയിലിംഗ് ട്യൂബ് ഡിക്രീസസ്. ആ ബോയിലിംഗ് ട്യൂബിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതായത് എന്താണ്? ആ ബോയിലിംഗ് ട്യൂബിൻ്റെ അകത്തുള്ള മർദ്ദം
കുറയുന്നു അല്ലേ, കുറയുന്നു. ആസ് ദ പ്രഷർ ഡിക്രീസസ്, അപ്പം പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഓൾസോ ഡിക്രീസസ് അല്ലേ. ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദെയർഫോർ, അതുകൊണ്ട് ദ വാട്ടർ ബോയിൽസ് വിത്തൗട്ട് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതുകൊണ്ട് ഈ വെള്ളം വീണ്ടും തിളയ്ക്കുന്നു. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ തന്നെ വീണ്ടും വെള്ളം തിളയ്ക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? ഒരു ബോയിലിംഗ് ട്യൂബിൽ പകുതി വരെ ജലമെടുത്ത് ജ്വാലയ്ക്ക് മുകളിൽ വെച്ച് തിളപ്പിക്കുക. ജ്വാല അണച്ചതിന് ശേഷം ബോയിലിംഗ് ട്യൂബിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റബ്ബർ കോർക്കും ഗ്ലാസ് ട്യൂബും സിറിഞ്ചും ഘടിപ്പിച്ച ഒരു സജ്ജീകരണം ഉറപ്പിക്കുക. അതിനുശേഷം സിറിഞ്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന പിസ്റ്റൺ പിന്നിലേക്ക് വലിക്കുക. വെള്ളം വീണ്ടും തിളയ്ക്കുന്നതായി കാണാം. ഇവിടെ താപനില വർദ്ധിപ്പിക്കാതെ ജലം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കിയുള്ളൂ. സിറിഞ്ചിലെ പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബോയിലിംഗ് ട്യൂബിലെ മർദ്ദം കുറയുന്നു. മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു. അതിനാൽ താപനില വർദ്ധിപ്പിക്കാതെ തന്നെ ജലം തിളയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് കുക്കിംഗ് ഇൻ ഓപ്പൺ വെസൽസ് ടേക്ക് മോർ ടൈം ഇൻ ഹൈ മൗണ്ടെയിൻ ഏരിയാസ്? ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ തുറന്ന പാത്രത്തിൽ പാചകത്തിന് കൂടുതൽ സമയം എടുക്കുന്നത് എന്തുകൊണ്ട്? തുറന്ന പാത്രത്തിൽ വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. എന്തുകൊണ്ടാണ്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു? പ്രഷർ ഡിക്രീസ് ആവുന്നു അല്ലേ, പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്രഷർ ഡിക്രീസ് ആവുന്നു. ഇൻ ഹൈ മൗണ്ടെയിൻ ഏരിയാസ്, ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോവർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്താണ്? ലോവർ, കുറവാണ്. സോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ലോവർ. അപ്പം വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിൻ്റെ തിളനില എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലേ. വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരുന്നു അല്ലേ. കൂടുതൽ സമയം നമ്മൾ ചൂട് കൊടുക്കണം, എന്നാൽ മാത്രമേ വെള്ളം തിളയ്ക്കുകയുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. സോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ലോവർ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് കുക്കിംഗ് ഇൻ ആൻ ഓപ്പൺ വെസൽ ടേക്സ് ലോങ്ങർ ഇൻ ഹൈ മൗണ്ടെയിൻ ഏരിയാസ്. അതുകൊണ്ട് ഹൈ മൗണ്ടെയിൻ ഏരിയാസിൽ കുക്കിംഗ് എന്ന് പറയുന്നത്, കുക്കിങ്ങിന് അല്ലെങ്കിൽ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. ടേക്സ് ലോങ്ങർ അല്ലേ, ലോങ്ങർ ടൈം എടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ തുറന്ന പാത്രത്തിൽ പാചകത്തിന് കൂടുതൽ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയുന്നു. ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ മറ്റും മർദ്ദം കുറവായിരിക്കും. അതിനാൽ ജലത്തിൻ്റെ തിളനില കുറവായിരിക്കും. അതുകൊണ്ടാണ് ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ തുറന്ന പാത്രത്തിൽ പാചകത്തിന് കൂടുതൽ സമയം എടുക്കുന്നത്. അടുത്തത് ഹൗ ടു മേക്ക് കുക്കിംഗ് ഈസിയർ ഇൻ പ്രഷർ കുക്കേഴ്സ്. പ്രഷർ കുക്കറുകളിൽ പാചകം എളുപ്പമാവുന്നത് എങ്ങനെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വെൻ എ പ്രഷർ കുക്കർ ഈസ് ക്ലോസ്ഡ് ആൻഡ് ഹീറ്റഡ്. പ്രഷർ കുക്കർ അടച്ചു വെച്ച് ക്ലോസ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ സ്റ്റീം ഡസ് നോട്ട് എസ്കേപ്പ് ഫ്രം ഇറ്റ്. അതിൻ്റെ അകത്തു നിന്ന് സ്റ്റീം ഉണ്ടല്ലോ, ഈ നീരാവി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. നീരാവിക്ക് അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ദ പ്രഷർ ഇൻസൈഡ് ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രഷർ കുക്കറിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, വർദ്ധിക്കുന്നു. ആൻഡ് ദ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു, കൂടുന്നു. ദസ്, അങ്ങനെ കുക്കിംഗ് ഇൻ എ പ്രഷർ കുക്കർ ഈസ് ഈസിയർ. അങ്ങനെ പ്രഷർ കുക്കറിലുള്ള കുക്കിംഗ് വളരെ ഈസി ആവുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നു കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കർ അടച്ചു വെച്ച് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് നീരാവി പുറത്തു പോകുന്നില്ല. അതിനനുസരിച്ച് ഉള്ളിലെ നീരാവി ഇങ്ങനെ അതിൻ്റെ അകത്ത് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നീരാവി കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, മർദ്ദം വർദ്ധിക്കുന്നു അല്ലേ. അതിനനുസരിച്ച് ഉള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ്? മർദ്ദം വർദ്ധിക്കുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ എന്താണ്? ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, തിളനിലയും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രഷർ കുക്കറിൽ പാചകം എളുപ്പമാകുന്നു. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ദാറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ലോവർ ഇൻ പ്രഷർ കുക്കർ? അതായത് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ തിളനില എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൽ കുറവായിരിക്കുന്നു. ഇവിടെ 2 പ്രാവശ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, സോറി. അപ്പോൾ 1 പ്രാവശ്യം എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ലോവർ ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കുമെന്ന് ആണോ? ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കുമോ പ്രഷർ കുക്കറിൽ? അല്ല, ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സ്റ്റീമിനെ പുറത്തൊന്നും വിടുന്നില്ല, അതിൻ്റെ അകത്ത് തന്നെ തടഞ്ഞു നിർത്തുവാണ്. സ്റ്റീമിനെ അതിൻ്റെ അകത്ത് തന്നെ തടഞ്ഞു നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. അപ്പോൾ ഫോൾസ്. എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ഹയർ ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ലിക്വിഡ്? എന്താണ് ഒരു ദ്രാവകത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ ലിക്വിഡ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് തന്നിട്ടുള്ള ഒരു ലിക്വിഡിൻ്റെ
ടെമ്പറേച്ചർ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യം റേസ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുന്നതിനാവശ്യമായ ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഹീറ്റ് കപ്പാസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹീറ്റ് എനർജിയുടെ എമൗണ്ട് എന്തിനാണ്? റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ ലിക്വിഡ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. തന്നിട്ടുള്ള ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുന്നതിനാവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ താപധാരിത. എന്താണ് താപധാരിത? ഒരു ദ്രാവകത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് അതിൻ്റെ താപധാരിത. താപധാരിത ഏറ്റവും കൂടുതലുള്ള ദ്രാവകം ഏതാണ്? അത് ജലമാണ് കേട്ടോ, ജലമാണ്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. 2 identical beakers are filled with water in one and the same mass of coconut oil in the other and heated. അതായത് ഒരേപോലെയുള്ള 2 ബീക്കർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒന്നിൽ നമ്മൾ ജലം നിറയ്ക്കുക, രണ്ടാമത്തേൽ അതേ മാസമുള്ള വെളിച്ചെണ്ണ നിറയ്ക്കുക. എന്നിട്ട് when the same amount of heat energy is applied to water and coconut. എന്നിട്ട് ഈ വെള്ളത്തിനും കോക്കനട്ട് ഓയിലിനും ഒരേ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. വിച്ച് വൺസ് ടെമ്പറേച്ചർ റൈസസ് മോർ ഇൻ എ ഗിവൺ ടൈം വൈ? ഏതിൻ്റെ ടെമ്പറേച്ചറാണ്, താപനിലയാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ ഉയരുന്നത് എന്തുകൊണ്ട്? ഏതിൻ്റെ താപനിലയായിരിക്കും ഉയരുന്നത്? ദ ടെമ്പറേച്ചർ ഓഫ് കോക്കനട്ട് ഓയിൽ റൈസസ് മോർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിനെ അപേക്ഷിച്ച് കോക്കനട്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചറാണ് പെട്ടെന്ന് ഉയരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉയരുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ്? കാരണം ബിക്കോസ് വാട്ടർ ഹാസ് ഗ്രേറ്റർ ഹീറ്റ് കപ്പാസിറ്റി ദെൻ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് ജലത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, ജലത്തിൻ്റെ താപധാരിത എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉയർന്നത് കേട്ടോ. ജലത്തിൻ്റെ കോക്കനട്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഉയർന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ? അതായത് ഈ ജലത്തിൻ്റെ ഉയർന്ന താപധാരിത നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താം? ഒന്നാമത്തത്, വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഓബ്ജക്ട്സ്. ചൂടുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കാൻ ജലം നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത, വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾ റേഡിയേറ്റേഴ്സ് ടു അബ്സോർബ് ഹീറ്റ് ഫ്രം ദ എൻജിൻ. എൻജിനിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിളിൻ്റെയൊക്കെ റേഡിയേറ്ററുകളിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു അല്ലേ? എൻജിനിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യാൻ വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടെണ്ണമായ മൂന്നാമത്തത്, വാട്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിലെ താപനില വർദ്ധിക്കാതെ നിലനിർത്തുന്നതിൽ ജലത്തിന് പ്രധാന പങ്കുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് വാട്ടർ മോളിക്യൂൾ? വെള്ളത്തിൻ്റെ ഘടന, വെള്ളത്തിൻ്റെ മോളിക്യൂളിൻ്റെ അല്ലെ ജലതന്മാത്രയുടെ ഘടന എന്താണ്? ജലതന്മാത്രയുടെ ഘടന എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. മറ്റേ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ കറക്റ്റാണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ജലതന്മാത്രയുടെ ഘടന എന്ത്? എങ്ങനെയാണ്? എ വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻസ് H2O അല്ലേ വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ എത്രയാണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ്. ഒരു ജലതന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത, റൈറ്റ് ദ നെയിംസ് ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതിദത്ത പദാർത്ഥത്തിൻ്റെ പേര് എഴുതുക. ഏതൊക്കെയാണ്? വാട്ടർ, ജലം അല്ലേ? ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. അടുത്ത, ജലത്തിൻ്റെ ദ്രാവകാവസ്ഥയാണ് ജലം. ജലത്തിൻ്റെ വാതകാവസ്ഥയാണ് വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം അല്ലെ, നീരാവി. അടുത്ത, വിച്ച് ഡിവൈസ് ക്യാൻ ഇലക്ട്രോളിസിസ് വാട്ടർ? അതായത് ജലത്തിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന ഉപകരണം ഏതാണ്? ദ ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. എന്താണ്? ഹോഫ്മാൻ ജല വോൾട്ട്മീറ്റർ. ഹോഫ്മാൻ വാട്ടർ വോൾട്ട്മീറ്റർ ആണ് വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്. അടുത്തത്, വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? എന്താണ് വൈദ്യുത വിശ്ലേഷണം? ഇലക്ട്രോളിസിസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. അടുത്ത, വെൻ വാട്ടർ ടേൺസ് ഇൻറ്റു ഐസ് ഇറ്റ്സ് വോളിയം ഡാഷ് ബട്ട് ഇറ്റ്സ് ഡെൻസിറ്റി ഡാഷ്. ജലം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തം എന്താകുന്നു? അതിൻ്റെ സാന്ദ്രത എന്താകുന്നു? വ്യാപ്തം എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു.
അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ജലം ഐസായി മാറുമ്പോൾ, അതായത് ജലം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ്. ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളൊരു പദാർത്ഥമായ ജലം എന്താണ് ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഖരാവസ്ഥയിലോട്ട് മാറുമ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം വർദ്ധിക്കുന്നു. എന്നാൽ അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഐസിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. മനസ്സിലായോ? സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വോളിയം എപ്പോഴും ഡിക്രീസ് ആണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ വെള്ളത്തിൻ്റെ നേരെ മറിച്ചാണ്. വെള്ളം അല്ലെങ്കിൽ ജലം ഫ്രം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഐസ് എന്ന് പറയുന്ന ഖരാവസ്ഥയിലോട്ട് മാറുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, കൂടുന്നു കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് എന്താണ് പിന്നെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ഡെൻസിറ്റി കുറയുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത്, അറ്റ് വാട്ട് ഡിഗ്രി സെൽഷ്യസ് ഡസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ബിക്കം മാക്സിമം? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണെന്ന്? എത്ര? 4 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. ഡെൻസിറ്റി മാക്സിമം ആവുന്നത്, ജലത്തിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, 4 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത്, വൈ ഡു അക്വാട്ടിക് ആനിമൽസ് നോട്ട് ഡൈ ഈവൻ വെൻ വാട്ടർ ടേൺസ് ഇൻ ടു ഐസ് ഇൻ കോൾഡ് കൺട്രീസ്? തണുപ്പ് രാജ്യങ്ങളിൽ ജലം ഐസായി മാറിയാലും ജലജീവികൾ നശിച്ചു പോകാറില്ല. കാരണം എന്താണ്? ഐസ് ഫോംസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ഈ വെള്ളത്തിൻ്റെ സർഫസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഐസ് ഫോം ചെയ്യുന്നത് അല്ലേ? ഐസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ജലത്തിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദ വാട്ടറിലാണ്. വൈൽ ദ ഡെൻസർ വാട്ടർ റിമൈൻസ് ലിക്വിഡ് ബിലോ. എന്നാൽ സാന്ദ്രത കൂടിയ അല്ലെ ഡെൻസിറ്റി കൂടിയ വാട്ടർ എന്ന് പറയുന്നത് ഈ ഐസ് രൂപപ്പെട്ടതിൻ്റെ താഴെ ലിക്വിഡ് ഫോമിൽ തന്നെ റിമൈൻ ചെയ്യുന്നു, ലിക്വിഡ് ഫോമിൽ തന്നെ നിലനിൽക്കുന്നു. സോ അതുകൊണ്ട് ആനിമൽസ് ക്യാൻ സർവൈവ് ഇൻ ദ വാട്ടർ ബിലോ. അതുകൊണ്ട് ആ വെള്ളത്തിൽ ഈ ആനിമൽസിന് സർവൈവ് ചെയ്യാൻ കഴിയുന്നു, വെള്ളത്തിൽ ഈ ആനിമൽസിന് ജീവിക്കാൻ കഴിയുന്നു. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഐസ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വലിയൊരു തടാകം ഉണ്ടെന്ന് വെച്ചോ, ഈ വലിയ തണുപ്പുള്ള രാജ്യങ്ങളിൽ അങ്ങനെ ഒരു തടാകം ഉണ്ടെങ്കിൽ ആ തടാകത്തിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിരിക്കും ഐസ് ഉള്ളത്. അതിൻ്റെ താഴെ ഭാഗത്ത് വെള്ളം എന്ത് ഫോമിൽ തന്നെയായിരിക്കും? അതായത് ലിക്വിഡ് ഫോമിൽ തന്നെ ആയിരിക്കും. ഐസ് മുകൾ ഭാഗത്ത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ താഴെ ഭാഗത്തുള്ള വെള്ളമായിട്ട് ഇരിക്കുന്ന ആ പോർഷനിൽ ജലജീവികൾ അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാൻ കഴിയും കേട്ടോ. മനസ്സിലായല്ലോ? നോക്കിയോളൂ, ജലോപരിതലത്തിലാണ് ഐസ് രൂപം കൊള്ളുന്നത്. അതേസമയം സാന്ദ്രത കൂടിയ ജലം താഴെ ദ്രാവകമായി തന്നെ തുടരുന്നു. അതിനാൽ മൃഗങ്ങൾക്ക് അടിയിലെ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഓക്കെ. അടുത്തത്, ഇഫ് എ പീസ് ഓഫ് ഐസ് ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ്. വൈ? അതായത് ഒരു ഐസിൻ്റെ കഷ്ണം നമ്മുടെ അടുത്ത് ജലത്തിലിട്ടാൽ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഐസ്. വെള്ളത്തിന് ഐസിനേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് സാന്ദ്രത കൂടുതൽ? വെള്ളത്തിന്. സാന്ദ്രത കുറവ് ആർക്കാണ്? ഐസിന് അല്ലേ? അപ്പോൾ ഐസിന് സാന്ദ്രത കുറവും വെള്ളത്തിന് സാന്ദ്രത കൂടുതലും ആയതുകൊണ്ട്. അപ്പോൾ ജലത്തിന് ഐസിനേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ട്. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാട്ടർ ഈസ് ഇലക്ട്രോലൈസ്ഡ് യൂസിങ് എ ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഒരു ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തിന് ഇലക്ട്രോലൈസ് ചെയ്യുകയാണ്. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? സിമിലർലി വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. HN അല്ലെ, HN എന്ന് ആലോചിച്ച് നോക്കിയാൽ HN ആണ് എന്താണ്? ഹൈഡ്രജൻ അറ്റ് ദ നെഗറ്റീവ് ടെർമിനൽ, നെഗറ്റീവിൻ്റെ N. അപ്പോൾ HN അല്ലേ, ഹൈഡ്രജൻ നെഗറ്റീവ് ടെർമിനലിലും. OP ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ OP ബ്ലോക്ക് കാണുമല്ലോ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിലും കേട്ടോ. അപ്പോൾ ഹോഫ്മാൻ ജല വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഹൈഡ്രജനും. ഇനി അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? പോസിറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഓക്സിജനും. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തത്, വാട്ട് ഡിഫറൻസസ് ഡസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ മേക്സ് വെൻ സബ്സ്റ്റൻസ് ലൈക്ക് സോൾട്ട് ആർ ആഡഡ്. ഉപ്പ് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ ചേർക്കുമ്പോൾ ജലത്തിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ തിളനിലയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? എന്താണ്? വെൻ സബ്സ്റ്റൻസ് ലൈക്ക് സോൾട്ട് ആർ ആഡഡ്. സോൾട്ട് ആയാലും പിന്നെ അതുപോലെ തന്നെ ഷുഗർ ആയാലും പഞ്ചസാര ആയാലും അതുപോലെ ജാഗരി അല്ലെങ്കിൽ ശർക്കര ആയാലും എന്ത് സാധനം ആയാലും വെള്ളത്തിൽ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? the boiling point of water is higher than the boiling point of pure water. പ്യുവർ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ കാട്ടിലും ഈ വെള്ളത്തിൻ്റെ ഇത് ചേർത്ത അല്ലെങ്കിൽ സോൾട്ട് ചേർത്ത വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഹയർ ആവുന്നു, കൂടുന്നു. ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു.
വെൻ സോൾട്ട് ഈസ് ഓർഡഡ്, നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സോൾട്ട് ചേർക്കുന്ന സമയത്ത് വാട്ടർ റിക്വയർസ് മോർ എനർജി ടു ബോയിൽ. ഈ പിന്നെ വെള്ളത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമായി വരുന്നു. എന്തിന്? ടു ബോയിൽ, തിളപ്പിക്കുന്നതിന് വേണ്ടി, തിള വരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നു. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾട്ട് വാട്ടർ ഈസ് ഹയർ. അതുകൊണ്ടാണ് സോൾട്ട് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കാനുള്ള കാരണം. മനസ്സിലായോ? ഉപ്പ് പോലെയുള്ള പദാർത്ഥങ്ങൾ ചേർക്കുമ്പോൾ ജലത്തിൻ്റെ തിളനില ശുദ്ധജലത്തിൻ്റെ തിളനിലയേക്കാൾ കൂടുതലായിരിക്കും. ഉപ്പ് ചേർക്കുമ്പോൾ ജലത്തിന് തിളയ്ക്കാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമായി വരുന്നു. അതിനാലാണ് ഉപ്പുവെള്ളത്തിൻ്റെ തിളനില കൂടുതലാകുന്നത്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ കോസ് ഇറ്റ് ടു ലോസ് ഇറ്റ്സ് പ്യൂരിറ്റി? ജലത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് അതിൻ്റെ ശുദ്ധത നഷ്ടപ്പെടാൻ കാരണം? ഏതാണ്? എബിലിറ്റി ഓഫ് വാട്ടർ ടു ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ്. വിവിധ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളെ ഡിസോൾവ് ചെയ്യാനുള്ള, ലയിപ്പിക്കാനുള്ള എബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ കഴിവ്. മനസ്സിലായോ? എബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ കഴിവ്. ടു ഡിസോൾവ്, ലയിപ്പിക്കാനുള്ള, ഏതിൻ്റെ? വേരിയസ് സബ്സ്റ്റൻസസ്, വിവിധ പദാർത്ഥങ്ങളെ. കേട്ടോ, വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള ജലത്തിൻ്റെ കഴിവാണ് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺസ് ഫോർ വാട്ടർ പൊല്യൂഷൻ? ജലം മലിനീകരിക്കപ്പെടുന്നുണ്ട്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. കെമിക്കൽസ് ഫ്രം അഗ്രികൾച്ചറൽ ഫീൽഡ്, കൃഷിയിടങ്ങളിൽ നിന്നുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ. 2. കെമിക്കൽസ് ഫ്രം ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ. അടുത്ത ഓയിൽസ് ഫ്രം വെഹിക്കിൾ, വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണകൾ. ഓർഗാനിക് വേസ്റ്റ്, ജൈവ അവശിഷ്ടങ്ങൾ. പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. മനസ്സിലായല്ലോ? അടുത്തത്, വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ? ജലമലിനീകരണത്തിലൂടെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത്, ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് അനിമൽസ് അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അക്വാട്ടിക് അനിമൽസ് എന്ന് എഴുതാം കേട്ടോ. ഇവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രക്ഷൻ, നാശം അല്ലേ? അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജലസസ്യങ്ങളുടെ നാശം. അക്വാട്ടിക് അനിമൽസിൻ്റെ നാശം ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അക്വാട്ടിക് അനിമൽസ് എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ജലസസ്യങ്ങളുടെയും ജലജീവികളുടെയും നാശം. അടുത്ത, ഡാമേജ് ടു ദ ഫുഡ് ചെയിൻ, ഈ ആഹാര ശൃംഖലയുടെ ഡാമേജ്, അതിൻ്റെ നാശം. പിന്നെ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം. പിന്നെന്താണ്? ഡിസീസസ്, രോഗങ്ങൾ. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം. ജലസസ്യങ്ങളുടെ നാശം എന്ന് എഴുതാം, ജലജീവികളുടെ നാശം എന്ന് എഴുതാം. പിന്നെ ഭക്ഷ്യശൃംഖലയുടെ നാശം, മണ്ണ് മലിനീകരണം, രോഗങ്ങൾ, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾ റേഡിയേറ്റേഴ്സ്, വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ? വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? ഇറ്റ്സ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി, ജലത്തിൻ്റെ ഉയർന്ന താപധാരിത. അതാണ് നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ റേഡിയേറ്ററുകളിൽ ജലം ഒഴിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് നോട്ടും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെറ്റ്സ് സോൾവിങ് ആണ്, അത് നമുക്ക് ചെയ്യാം.